മോർണിംഗ് ആക്ടിവിറ്റി ഹൈലൈറ്റ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 40 ദിവസം പിന്നിട്ടപ്പോൾ അതൊരു വീടായി കണ്ട് ബിഹേവ് ചെയ്യുന്ന ഒരാളെയും പിന്നെ അതൊരു സെറ്റായിട്ട് കണ്ട് അഭിനയിച്ച് നിൽക്കുന്ന ഒരാളെയും പറയണം എന്നതായിരുന്നു ബിഗ് ബോസ് അവർക്ക് കൊടുത്ത ടാസ്ക്. രാവിലെ അഭിഷേക് എസ് ആണ് ആദ്യം വന്നത്. ഗബ്രി അവിടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീരേഖ അഭിനയിച്ചാണ് നിൽക്കുന്നത് എന്ന് വളരെ പോസിറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ടാസ്ക് ലെറ്റർ ഒന്നുകൂടെ വായിച്ചു നോക്കിയതിന് ശേഷം അഭിഷേക് സായിയുടെ പേര് പറയുന്നു. പുറത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുന്ന ആളാണ്, ഇങ്ങനെയൊന്നും അല്ല സായി. ഇതിനകത്ത് വന്നതിന് ശേഷം പാവത്താനായിട്ട് അഭിനയിച്ച് നിൽക്കുന്നു സായി. നല്ലവനായി ഉണ്ണിയായിട്ട് സായി നിൽക്കുന്നു എന്ന് ഓപ്പൺ ആയിട്ട് അഭിഷേക് പറയുന്നുണ്ട്. അവിടെയുള്ള ആരും സായിയെ പറഞ്ഞില്ല ഈ ഒരു ടാസ്കില്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അഭിഷേക് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ആരും പറയാത്ത മറ്റൊരു പേര് പറഞ്ഞ ആളാണ് സിബിൻ. അർജുൻ ഈ കാണിക്കുന്ന ആളൊന്നും അല്ല, അവന്റെ ഉള്ളില് എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ ആളുകൾ ജഡ്ജ് ചെയ്യുന്നുണ്ട് എന്ന് അവൻ അറിയാം. അതുകൊണ്ട് ട്രൈ ടു ബി റിയൽ അർജുൻ എന്ന് സിബിൻ പറയുന്നുണ്ട്. ജിൻഡോയാണ് പറഞ്ഞത്. ജിൻഡോ വാവിട്ട വാക്കുകൾ പറയും, മണ്ടത്തരങ്ങൾ കാണിക്കും. പിന്നെ അറിഞ്ഞുകൊണ്ട് കാണിക്കുന്നതാണോ അറിയാതെ കാണിക്കുന്നതാണോ എന്ന് അറിയില്ല, പക്ഷെ എവിടെയോ ജിൻഡപ്പനെ എനിക്ക് ഇഷ്ടമാണ് എന്ന് അൻസിബ പറയുന്നു. അതുകൊണ്ട് ജിൻഡോ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കുന്നത് പോലെയാണ് അൻസിബയ്ക്ക് തോന്നിയിട്ടുള്ളത്. രസ്മനും ജിൻഡോയുടെ പേരാണ് പറഞ്ഞത്. നോറയും ഒരു വ്യത്യസ്ത രീതിയിൽ ജിൻഡോയുടെ പേരാണ് പറഞ്ഞത്. വീടാണെന്ന് കരുതി എന്ത് തോന്നിവാസം കാണിക്കുന്ന ഒരാളാണ് ജിൻഡോ എന്ന് നോറ പറയുന്നു. നിലവാരം എന്ന് പറയുന്ന ഒരു സാധനം തൊട്ട് തീണ്ടാത്ത ആളാണ് ജിൻഡോ എന്ന് നോറ പറയുന്നുണ്ട്. പിന്നെ ശ്രീരേഖ നല്ലൊരു പോയിന്റ് പറയുന്നുണ്ട് ഗബ്രിക്കെതിരെ. ക്യാമറ ഫോക്കസ് ഇൻ ആണോ ഫോക്കസ് ഔട്ട് ആണോ എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് ഗബ്രിക്ക് നല്ലപോലെ അറിയാം, നല്ല നോളേജ് ഉണ്ട് ആ കാര്യത്തെ കുറിച്ചൊക്കെ. പിന്നെ ഗബ്രി ഇരിക്കുന്ന സ്ഥലത്തിലോട്ട് ക്യാമറ വരും, ആ ട്രിക്ക് ഗബ്രിക്ക് അറിയാം. അത് ഞാൻ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നുവെന്ന് ശ്രീരേഖ പറയുന്നു. പിന്നെ ലാസ്റ്റ് സംസാരിച്ചത് ജിൻഡോ ആണ്. അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതിനുള്ളതുണ്ട് അതിനകത്ത്. അത്രയധികം പോയിന്റുകളാണ് വെറും മിനിറ്റുകൾ കൊണ്ട് പുള്ളി പറഞ്ഞു തീർത്തത്. അത് വേറെ വീഡിയോ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.